എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് എങ്ങനെ ഡെൽറ്റ PLCയിൽ പ്രോഗ്രാം ചെയ്യാം. അപ്പൊ അതിനെ മുന്നായിട്ട് എന്താണ് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടർ? അതായത് 5 HP മുകളിലൊക്കെയാണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. അത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിലോ 5 HP ആണെന്നുണ്ടെങ്കിൽ നമുക്ക് DOL സ്റ്റാർട്ടർ മതി. ഓക്കെ, അപ്പൊ അതിന് മുന്നായിട്ട് DOL സ്റ്റാർട്ടറും അതുപോലെ എങ്ങനെയാണ് DOL സ്റ്റാർട്ടർ വയറിംഗ് ചെയ്യുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം അതിന്റെ ലിങ്ക്. അതുപോലെ നമ്മൾ സ്റ്റാർ ഡെൽറ്റ ഉപയോഗിക്കാനുള്ള കാരണം നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കിയാലോ. അപ്പൊ എന്തിനാണ് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ ഉപയോഗിക്കുന്നത്? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഹെവി മോട്ടർ, അതായത് 5 HP മുകളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹൈ സ്റ്റാർട്ടിംഗ് കറന്റ് ആയിരിക്കും. അപ്പൊ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ അറിയാം എങ്ങനെയാണ് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് ഡിസൈൻ ചെയ്യേണ്ടത്, അതുപോലെ പാനൽ ബോർഡിലൊക്കെ എങ്ങനെ വയറിംഗ് ചെയ്യും. ഇനി അതല്ല നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് ചെയ്യുക എന്നൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുവാണെങ്കിൽ ഞാൻ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. അതായത് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് എങ്ങനെ വയറിംഗ് ചെയ്യാം എന്നുള്ളത്. ഇത് നമ്മൾ നോക്കുന്നത് ഡെൽറ്റ PLCയിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം സ്റ്റാർ ഡെൽറ്റ. നമുക്കറിയാം സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ടിൽ ആദ്യമേ നമുക്ക് എന്തൊക്കെ വേണം, കമ്പോണൻസ് വേണം. അതായത് 3 കോണ്ടാക്ടർ വേണം. അതായത് മെയിൻ കോണ്ടാക്ടർ, അതുപോലെ സ്റ്റാർ, അതുപോലെ ഡെൽറ്റ, അങ്ങനെ 3 കോണ്ടാക്ടർ നമ്മൾ ഉപയോഗിക്കും. ഇപ്പൊ സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലേക്ക് പോകാനുള്ള ഒരു ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ ടൈമർ ഉപയോഗിക്കും. അതിനുശേഷം സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പുഷ് ബട്ടൺസ് ഉപയോഗിക്കും. അതുപോലെ മോട്ടോർ ഓവർലോഡ് വരുവാണെന്നുണ്ടെങ്കിൽ ട്രിപ്പ് ആവണല്ലോ, അതിനായിട്ട് നമ്മൾ ഒരു ഓവർലോഡ് റിലേ ഉപയോഗിക്കും. അപ്പൊ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ PLCയിൽ കോണ്ടാക്ടർ അല്ല ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ മെയിൻ കോണ്ടാക്ടർ ആയിട്ടും, അതുപോലെ റെഡ് എന്ന് പറയുന്നത് സ്റ്റാർ ആയിട്ടും, അതുപോലെ ഈ ഓറഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ ആയിട്ടും കൺസിഡർ ചെയ്യാം. അതുപോലെ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓരോ പുഷ് ബട്ടൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു സെലക്ടർ നമുക്ക് ഓവർലോഡ് റിലേയുടെ NC ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ലോജിക്കിനൊക്കെ അനുസരിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് ഫിക്സ് ആയിട്ട് ഇതാണ് ഫസ്റ്റ് വരണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇലക്ട്രീഷ്യന്മാർ അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റയെ പറ്റി ഒരു ഐഡിയ ഉണ്ട്, എങ്ങനെയാണ് വയറിംഗ് ചെയ്യാം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഡെൽറ്റ PLC പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന പമ്പ്സ്, അതുപോലെ കൺവെയർ ബെൽറ്റ്, ഇൻഡസ്ട്രിയൽ ഹെവി മെഷീൻസ്, അതുപോലെ ഹെവി മോട്ടറിനൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ടിൽ നമ്മളിപ്പോൾ പതുക്കെ ഒഴിവാക്കി നമ്മളിപ്പോൾ VFDയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് VFD ചെയ്യേണ്ടത് എന്നുള്ള പ്രോഗ്രാംസും അതുപോലെ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഇടാറുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യണമെന്ന് നോക്കിയാലോ. സ്റ്റാർ ഡെൽറ്റ പ്രോഗ്രാം ചെയ്യുന്നതിനായിട്ട് നമ്മൾ WPL സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഫയലിൽ ന്യൂ പോകാം. അതായത് ആദ്യത്തെ പ്രോഗ്രാം, അതായത് പുതിയ പ്രോജക്റ്റ് ആയതുകൊണ്ട്. അതുപോലെ ടൈറ്റിൽ നമുക്ക് സ്റ്റാർ ഡെൽറ്റ എന്ന് കൊടുക്കാം. സ്റ്റാർ ഡെൽറ്റ. അതുപോലെ നമ്മുടെ PLC, അതുപോലെ മോഡൽ, എന്റെ മോഡൽ എന്ന് പറയുന്നത് SA2 ആണ്. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ കോണ്ടാക്ടർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കോണ്ടാക്ടർ ഇല്ല, പകരം നമ്മൾ ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് നോക്കുന്നത്. പ്രോഗ്രാം എല്ലാം സെയിം ആണ്. അതിനായിട്ട് മെയിൻ കോണ്ടാക്ടറിനായിട്ട് നമ്മൾ ഗ്രീൻ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ റെഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ കോണ്ടാക്ടർ, അതുപോലെ ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡെൽറ്റ കോണ്ടാക്ടർ. അതുപോലെ നമ്മൾ ഒരു പുഷ് ബട്ടൺസും അതുപോലെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഓവർലോഡ് റിലേയുടെ ഒരു NC കോണ്ടാക്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്തു തുടങ്ങിയാലോ. അപ്പൊ ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ DOL സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓവർലോഡ് റിലേയുടെ NCയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആ NC, അതായത് നമ്മുടെ ഓവർലോഡ് ട്രിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് സർക്യൂട്ടിന് ട്രിപ്പ് ആവണം. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യാം, ഒരു ഓവർലോഡ് റിലേയുടെ NC നമുക്ക് ഉപയോഗിക്കാം. അതിനായിട്ട് LDI X2 എന്ന് പറയുന്ന ടെർമിനലാണ് ഞാൻ ഓവർലോഡ് റിലേ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ പേര് കൊടുക്കാം. ഞാനിവിടെ ഡിവൈസ് കമാൻഡ് കൊടുക്കുന്നുണ്ട്, അതാകുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും. ഇതായത് ഓവർലോഡ് റിലേയുടെ പേര് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു പുഷ് ബട്ടൺ വേണമല്ലോ. അതിനായിട്ട് LD അതുപോലെ X0 നമുക്കിവിടെ സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. അതിന് സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു പുഷ് ബട്ടൺ വേണമല്ലോ. അതിനായിട്ട് LDI X1 കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് എന്ന് കൊടുക്കാം. സാധാരണയായിട്ട് നമ്മൾ ഔട്ട് Y0 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു മെമ്മറി ബിറ്റ് ആണ് ഓൺ ചെയ്യുന്നത്. ഈ മെമ്മറി ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് സർക്യൂട്ടും ഓൺ ആകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഔട്ട് M0, അതായത് ആദ്യത്തെ മെമ്മറി ബിറ്റ് ഞാനിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഹോൾഡിംഗ് സർക്യൂട്ട് കൊടുക്കാം. ഹോൾഡിംഗ് സർക്യൂട്ടിനായിട്ട് OR M0
ഇപ്പൊ നമ്മുടെ സർക്യൂട്ടിൽ ഡിസൈൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും അതുപോലെ ഒരു ഓവർലോഡ് റിലേയുടെ NC കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെമ്മറി ബിറ്റ് ഓൺ ആവുമല്ലോ. അപ്പൊ ആ മെമ്മറി ബിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ കോണ്ടാക്ടറിനെ ഓൺ ചെയ്യിക്കണം. അതിനായിട്ട് LDM0. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെമ്മറി ബിറ്റ് ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഔട്ട് എന്താണ് നമ്മുടെ മെയിൻ കോണ്ടാക്ടർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, Y0, അതായത് ഗ്രീൻ ലൈറ്റ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, മെയിൻ സർക്യൂട്ട് എന്ന് എഴുതാം, അതായത് മെയിൻ കോണ്ടാക്ടർ എന്ന് എഴുതാം. ഓക്കെ, വേണമെങ്കിൽ മെയിൻ നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്കറിയാം മെയിൻ കോണ്ടാക്ടർ ഓൺ ആവുന്ന ആ ഒരു സമയത്ത് സ്റ്റാറിൽ നിന്ന് നമുക്ക് ഡെൽറ്റയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ടൈമർ വേണം. അപ്പൊ ടൈമറുടെ കണക്ഷൻസും കൂടെ നമുക്ക് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ലിങ്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ടൈമർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സിമ്പിൾ ആയിട്ട് ടൈമറിനെ സെലക്ട് ചെയ്താലോ, അതായത് TMR ആദ്യത്തെ ടൈമർ. അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ T0 ആദ്യത്തെ ടൈമർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എത്ര സെക്കൻഡ് വേണം, അതായത് നമ്മളൊരു 60 അല്ലെങ്കിൽ 70% RPM എത്തുന്ന അതിന് ശേഷമായിരിക്കും നമ്മുടെ കോണ്ടാക്ടർ ചേഞ്ച് ആവുക, അതായത് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക്. അപ്പൊ നമുക്കൊരു എത്ര സെക്കൻഡ് വേണം നിങ്ങൾ നോക്കുക. ചിലപ്പോൾ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 8 സെക്കൻഡ് ഒക്കെ മാക്സിമം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു 5 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈമർ ഓൺ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടൈമർ വരെ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെയിൻ കോണ്ടാക്ടർ ഓൺ ആവുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മുടെ സ്റ്റാർ കോണ്ടാക്ടറും ഓൺ ആവണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനായിട്ട് പ്രോഗ്രാം ചെയ്യാം. അപ്പൊ സ്റ്റാർ കോണ്ടാക്ടറിലേക്കുള്ള സപ്ലൈ നമ്മുടെ മെമ്മറി ബിറ്റ് ത്രൂ ആയിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, LDM0, അതായത് മെമ്മറി ബിറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ടൈമറിന്റെ, അതായത് NC കോണ്ടാക്ട് എടുക്കാം. ഓക്കെ, ഇപ്പൊ സ്റ്റാർ കോണ്ടാക്ടറിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ടൈമറിന്റെ NC കോണ്ടാക്റ്റിൽ നിന്ന് വേണം നമ്മുടെ സ്റ്റാറിലേക്ക് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ടൈമർ ഓൺ ആവുന്ന ആ സമയത്ത് നോർമലി നമ്മുടെ ക്ലോസ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മുടെ സ്റ്റാർ ഓൺ ആവുന്നത്. ടൈമറിന്റെ ടൈം കംപ്ലീറ്റ് ആവുമ്പോഴാണ്, അതായത് NCയിൽ നിന്ന് NOയിലേക്ക് പോകുമ്പോൾ ഡെൽറ്റയിലേക്ക് പോകുന്നത്. അതിനായിട്ട് നമുക്ക് LDI-T0 സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ടൈമറിന്റെ NC കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർ കോണ്ടാക്ടിലേക്ക് പോകുന്നത്. ഔട്ട് Y1 എന്ന് പറയുന്നതാണ് നമ്മുടെ റെഡ് ലൈറ്റ്, അതാണ് നമ്മുടെ സ്റ്റാർ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു പേര് കൊടുക്കാം, സ്റ്റാർ. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മുടെ സ്റ്റാർ വരെയുള്ള സർക്യൂട്ട് ഡയഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടൈം റീച്ച് ആയി കഴിഞ്ഞ് സ്റ്റാർ റിലീസ് ആയിട്ട് നമ്മുടെ ഡെൽറ്റയിലേക്കുള്ള കണക്ഷൻസ് പോകണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ടൈമറിന്റെ NO കോണ്ടാക്ട് നമുക്ക് ഉപയോഗിക്കാം. അതിനായിട്ട് എല്ലാത്തിനും മെമ്മറി ബിറ്റ് നിന്നാണല്ലോ നമ്മുടെ കണക്ഷൻസ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് M0 ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാം. അതിനായിട്ട് LDT0, ടൈമറിന്റെ NO കോണ്ടാക്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഔട്ട് Y2. ഓക്കെ, ഔട്ട് Y2, അതായത് ഡെൽറ്റ കോണ്ടാക്ടർ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു പേര് കൊടുക്കാം, ഡെൽറ്റ. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ കോണ്ടാക്ടർ ആയിട്ടുണ്ട്, സ്റ്റാർ കോണ്ടാക്ടർ ആയിട്ടുണ്ട്, ഡെൽറ്റ കോണ്ടാക്ടറിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെയിൻ, അതുപോലെ ഒരു ടൈമർ ഉണ്ട്, അതുപോലെ സ്റ്റാർ, ഡെൽറ്റ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാം ഒന്ന് കമ്പൈൽ ചെയ്യാം. അതിനായിട്ട് ഞാൻ ആ കമ്മ്യൂണിക്കേഷൻ കേബിൾ ഒന്ന് കണക്ട് ചെയ്യുവാണ് PC-യിലേക്ക്. ഓൾറെഡി PLC-യിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു എററും ഇല്ല, കംപ്ലീറ്റ് ആണ്. അതുപോലെ ഞാൻ PLC-യിലേക്ക് അപ്ലോഡ് ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം PLC-യിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓൺലൈൻ കാണിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിലും കാണും, അതുപോലെ പ്രാക്ടിക്കലായിട്ടും കാണാം. നമ്മൾ ഓൺലൈനിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ PLC മൊഡ്യൂളും. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ സ്റ്റാറും അതുപോലെ മെയിൻ കോണ്ടാക്ടറും പിടിച്ചിട്ടുണ്ട്. അതായത് ടൈം കംപ്ലീറ്റ് ആയതിനു ശേഷം സ്റ്റാർ റിലീസ് ആയിട്ട് ഡെൽറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സർക്യൂട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റും, ഈ X2 എന്ന് പറയുന്ന ഓവർലോഡ് സപ്പോസ് ട്രിപ്പ് ആയി നോട്ടിക്കും. ഓവർലോഡ് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് സർക്യൂട്ട് ട്രിപ്പ് ആവും. അതിനുശേഷം നമ്മൾ റീസെറ്റ് ചെയ്യുക, അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം കംപ്ലീറ്റ് കഴിയുമ്പോൾ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് പോകും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോഗ്രാമെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇന്റർലോക്കിംഗ് ചെയ്തിട്ടില്ല. സ്റ്റാർ ഡെൽറ്റ ചെയ്യുന്നവർക്ക് അറിയാം, ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ അറിയാം, അതുപോലെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അതായത് രണ്ട് കോണ്ടാക്ടറും തമ്മിൽ ഇന്റർലോക്കിംഗ് ഉണ്ട്.
അതായത് സ്റ്റാർ ഓടുന്ന സമയത്ത് നമ്മൾ ഡെൽറ്റ കോൺടാക്ട് റൺ ആവാൻ പാടില്ല. അതുപോലെ ഡെൽറ്റ ഓടുന്ന സമയത്ത് നമ്മുടെ സ്റ്റാർ കോൺടാക്ട് റൺ ആവാൻ പാടില്ല. രണ്ടും ഒരുമിച്ച് ഓടുവാണെന്നുണ്ട് റൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. അപ്പൊ ഇന്റർലോക്കിംഗ് ഒക്കെ എന്താണ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഓഫ്ലൈനിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇന്റർലോക്കിംഗ് കൂടെ കൊടുത്താലോ? അതിനായിട്ട് ഓഫ്ലൈനിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ നമ്മൾ ഓഫ്ലൈനിൽ വന്നിട്ടുണ്ട്. ഇന്റർലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ സ്റ്റാർ കോൺടാക്ടർ ആണല്ലോ ഇതിരിക്കുന്നത്, Y1 എന്ന് പറയാം. അപ്പൊ നമ്മൾ Y2ന്റെ NC നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാണ്. അതിനായിട്ട് LDI Y2 അതായത് നമ്മളിപ്പോ സ്റ്റാർ ആണ് ഓടണ്ടെങ്കിൽ നമ്മൾ ഡെൽറ്റയുടെ NC ത്രൂ വേണം സ്റ്റാറിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡെൽറ്റ ആണ് ഓടുന്നതെങ്കിൽ നമ്മൾ സ്റ്റാറിന്റെ NC ത്രൂ, അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, LDI Y1 ആണ് നമ്മുടെ സ്റ്റാർ കോൺടാക്ട്. ഓക്കെ, നമ്മുടെ പേര് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കൺഫ്യൂഷൻസ് വരില്ല. അപ്പൊ നമ്മുടെ പ്രോഗ്രാം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ എഡിറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് കമ്പൈൽ ചെയ്യണം, എററുകളൊന്നുമില്ല. അതുപോലെ PLCയിലേക്ക് അപ്ലോഡ് ചെയ്യണം. കാണാൻ പറ്റും, PLCയിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓൺലൈനിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഇന്റർലോക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലെ ഡ്രോയിങ്ങിലും കാണാൻ പറ്റും, അതുപോലെ നമ്മുടെ പ്രോഗ്രാമിലും റൺ ആവുന്നത് കാണാൻ പറ്റും. അതിനനുസരിച്ച് കോൺടാക്ടർ ഇന്റർചേഞ്ച് ചെയ്യുന്നു, അതുപോലെ ടൈം കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, ഇനി ഞാൻ സ്റ്റോപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഞാൻ ഓൺ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ഓവർലോഡ് ട്രിപ്പ് ആവുകയാണ്, ആ സമയത്ത് നമ്മുടെ ഓവർലോഡ് ട്രിപ്പ് ആവുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, ഓവർലോഡ് ട്രിപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ, അതായത് സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ PLCയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഞാൻ ഇത് റീസെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈം കംപ്ലീറ്റ് ആയതിനു ശേഷം സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, നേരത്തെ നമ്മൾ ചെയ്ത സമയത്ത് നമ്മുടെ പ്രോഗ്രാം വർക്ക് ആവുന്നുണ്ട്, അതുപോലെ ഇന്റർലോക്ക് ചെയ്ത സമയത്ത് നമ്മുടെ പ്രോഗ്രാം വർക്ക് ആവുന്നുണ്ട്, യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ എങ്കിൽ പ്രാക്ടിക്കലി വരുമ്പോൾ ഇന്റർലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് വരും, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. അപ്പൊ പ്രത്യേകം ഇന്റർലോക്കിംഗ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഡെൽറ്റ PLCയിൽ സ്റ്റാർ ഡെൽറ്റ പ്രോഗ്രാം ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ അപ്പൊ കമന്റ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് വീഡിയോസ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.